ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ചില ജ്യോത്സ്യന്മാർ കേട്ടോ, ജാതകം നോക്കി മാതൃശാപം, സ്ത്രീ ശാപം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ ഈ ചാനലിൽ 350-ൽ പരം വീഡിയോസ് ഉണ്ട്. അതിൽ പല വീഡിയോസും കേരള അസ്ട്രോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകൾ പറയുന്നതാണ്. ചില വീഡിയോകൾ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പല ലീനിയേജിലുള്ള തമിഴ് അസ്ട്രോളജിയിലുള്ള പാഠങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ രീതിയിലെ മാതൃശാപം പറയാനായിട്ട് കേരള അസ്ട്രോളജി പ്രകാരം പ്രശ്നം വയ്ക്കുമ്പോഴാണ് പറയുന്നത്. പ്രശ്നം വയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ബാധാധിപൻ ചന്ദ്രൻ, ഇവരുടെ കണക്ഷൻ. ഇപ്പോൾ സപ്പോസ് ലഗ്നം ഇതാണെങ്കിൽ ബാധ ഇത്, ലഗ്നം ഇതാണെങ്കിൽ ബാധ ഇത്, ലഗ്നം ഇതാണെങ്കിൽ ബാധ ഇത്. നിങ്ങൾക്കറിയാം ബാധ ബാധ ബാധ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ശനിയാണ് ബാധാധിപൻ, ഇവിടുത്തെ രണ്ടും, ഇവിടുത്തെ ഗുരുവാണ്. മേഷലഗ്നമാണെങ്കിൽ ചന്ദ്രനും ശനിയും ഒരുമിച്ച് നിൽക്കുന്ന വരിക. അപ്പൊ ബാധയും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാതൃദോഷം അല്ലെങ്കിൽ മാതൃശാപം പറയാം. ഇതിന് കുറേ റിലേഷൻസ് ഉണ്ട്. ചന്ദ്രൻ ബാധരാശിയിൽ നിൽക്കുന്നു, മേഷലഗ്നത്തിന്റെ മാത്രം എടുക്കാം. ബാധരാശി, ഈ ബാധാധിപൻ ഇവിടെ ചന്ദ്രൻ നിന്നാൽ മാതൃശാപം പറയാം. ഈ ശനി എന്ന 4-ല് മാതാസ്ഥാനത്ത് ചന്ദ്രന്റെ സ്ഥാനത്ത് എന്നാ പറയാം. ചന്ദ്രനും ശനി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഒറ്റയടിക്ക് കർമ്മജ്യോതിഷം എന്താ പറയണത്? കർമ്മജ്യോതിഷുകളാണ് പറയണത്, ഞാൻ അത് നിങ്ങൾക്ക് വെളിവാക്കി തരുന്നതാണ്. കർമ്മജ്യോതിഷം എന്നാൽ ഒറിജിനൽ DNA അസ്ട്രോളജി. വിശാൽ സാറാണ് ഇത് കണ്ടുപിടിച്ചത്. അശ്വതി, ആയില്യം, അനിഴം, പൂരുട്ടാതി, ഇത് സൂര്യശാപമുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയും. സൂര്യൻ കർമ്മ. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, ഈ നക്ഷത്രങ്ങള് ചന്ദ്രന്റെ കർമ്മപ്പതിവ്. ഇത് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു 100 വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തതിന് ശേഷം പറയാം. അപ്പോഴേക്കും നിങ്ങൾ DNA പഠിച്ചു കഴിയും. അപ്പൊ DNAയുടെ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള പല തിയറികളും പഠിക്കുന്നവരാണെങ്കിൽ അവർക്കും സമയം കിട്ടും. അപ്പൊ ഇത് നോക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒതന്റിസിറ്റി പിന്നീട് പറയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ നോക്കിയിട്ടാണ് പറയണത്. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ ചന്ദ്രന്റെ കർമ്മപ്പതിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതൃശാപമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. അവർക്ക് സ്വത്ത് ലഭിച്ചിട്ടുണ്ടാവില്ല. അമ്മയുടെ കുടുംബക്കാർ നിങ്ങളോട് ശത്രുവായിരിക്കാം. നിങ്ങളോട് വേണ്ട തരത്തിൽ പെരുമാറുണ്ടാവില്ല. അമ്മയുടെ വകയിലുള്ള സ്വത്ത് ലഭിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ചന്ദ്രന്റെ കാരകത്വമായ ഹോട്ടൽ ജോബ്, ട്രാവൽ ടൂറിസം, വാട്ടർ കണ്ടന്റ്, ലിസ്റ്റഡ് ജോബ്സ്, അതായത് മെഡിസിൻ
മുതലായ സാധനങ്ങൾ, ലോജിസ്റ്റിക്സ്, വിദേശവാസം, ഇങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഉള്ള ആളുകൾ ഇത് ജനറലൈസ് ചെയ്യണ കേട്ടാ. പറഞ്ഞിട്ട് ഇങ്ങനെ ആ ജോത്സ്യൻ നോക്കിയതിന് ശേഷം പറഞ്ഞിട്ട് പറയും, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഹോട്ടലിൽ നടത്തിയവർ, ട്രാവലിംഗ് ടൂറിസത്തിലുള്ളവർ, വാട്ടർ കണ്ടന്റ്, അതായത് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും ഉണ്ടോ, നേഴ്സ് ഫീൽഡിലുള്ള ആരെങ്കിലും ഉണ്ടോ, ലോജിസ്റ്റിക്സ് ചെയ്യണവർ ആരെങ്കിലും ഉണ്ടോ, സൈക്കോളജിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം ഉണ്ടെന്ന് പറയണേ, നമുക്ക് ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്നുള്ള ഇതായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് എത്തും. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിന്റെ ജാതകവും നിന്റെ അമ്മയുടെ ജാതകവും അച്ഛൻ്റെ ജാതകവും നിന്റെ വീട്ടുകാരുടെ ജാതകവും ഒന്നല്ല. നീ ആ കുടുംബത്തിൽ ജനിച്ചെന്നും പറഞ്ഞ് വല്ലവരും വല്ല നേഴ്സായതെന്നും പറഞ്ഞിട്ട് നിന്നെ പലപ്പോഴും നിന്നെ ബാധിക്കുന്ന കേസല്ല. നിന്റെ അമ്മാവൻ ഈ പറഞ്ഞമാതിരി വിദേശത്താന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിനക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അമ്മാവൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മെഡിക്കൽ കമ്പനിയുടെതാണെന്ന് പറഞ്ഞിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവണമെന്നില്ല. അമ്മാവൻ ഹോട്ടലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടയിൽ പോയിട്ട് ഒരു കുന്തം കിട്ടില്ല. പക്ഷെ ഇങ്ങനെ കണക്ഷൻ വരുമെന്നാണ് പറയുന്നത്. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കിതിൽ പല അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ആസ് ആൻ ആസ്ട്രോളജർ mainly following Parashara method, I have to tell so many things. But first of all, നിങ്ങൾക്ക് എന്താണ് കർമ്മ ജ്യോതിഷം എന്ന് അറിയാത്തതുകൊണ്ട് അത് മൊത്തം ഞാൻ പഠിപ്പിച്ചു തരും നിങ്ങൾ ഫ്രീ ആയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കി തരും. കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് വരുത്താം. ഇത് ഒറിജിനൽ DNA മെത്തേഡാണ്. DNA തമിഴ്നാട്ടിൽ പലരും പഠിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ള മെത്തേഡാണ് ഇത്. വളരെയധികം ക്രിറ്റിസിസം നേരിട്ടിട്ടുള്ള മെത്തേഡാണിത്. കാരണം വൈ ദീസ് കാറ്റഗറൈസേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ലൈവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ ചില വ്രതങ്ങളിലായതുകൊണ്ട് ഇനി അധികം വൈകാതെ തന്നെ ലൈവ് വീഡിയോ വരുന്നതായിരിക്കും. ആ ലൈവ് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് കർമ്മ ജ്യോതിഷം പറയുന്നവർ, പല തിയറികൾ പറയുന്നവരും ഈ കാര്യം എടുത്ത് പറയുന്നത്. ഇത് DNA ഫോർമുലയാണ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. കേരള അസ്ട്രോളജിയിലോ പരാശര മുറയിലോ വരാഹമിഹിര മുറയിലോ ഇതൊന്നും ഇല്ല. അവർ ഇതൊട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ്. ഇന്നേക്കത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.